ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ശ്രീ പി വി അൻവർ, സ്വാഗതം. എന്തായാലും ആദ്യമായിട്ട് താങ്കളെ ഒന്ന് അഭിനന്ദിക്കുകയാണ്. എവിടെ നിന്ന് കിട്ടി ഈ ആർജവം? അത് ഉത്തരം പറ. അത് മനുഷ്യനുണ്ടാവേണ്ട ആർജവല്ലേ, പ്രത്യേകിച്ചൊന്നുമില്ല. സ്വാഭാവികമായിട്ട് ഒരു സഖാവിനുണ്ടാവേണ്ട ആർജവം, ഒരു പൊതുപ്രവർത്തനം ഉണ്ടാവേണ്ട ആർജവം, അത്രേ ഉള്ളൂ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? പാർട്ടിയെയും സർക്കാരിനെയും നശിപ്പിക്കാനുള്ള ഒരു ശ്രമം, അങ്ങനെ മാത്രം ഇതിനെ കണ്ടാൽ മതി. അങ്ങനെ ലാഘവത്തോടെയാണ് പിണറായി വിജയൻ കാണുന്നത്. അതിനൊന്നും ഇല്ലേ? താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളെ, ആക്ഷേപങ്ങളെ അത്രയും വില കുറച്ചാണ് കാണുന്നത്. അല്ല, അത് കുഴപ്പമില്ല, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടല്ലേ. ഞാൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനോ ഭരണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ല ഇതിനെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഈ താങ്കൾക്ക് പിന്നിൽ മത തീവ്രവാദ ശക്തികളാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. മത തീവ്രവാദ ശക്തികളുടെ പിടിയിലാണ് താങ്കൾ അകപ്പെട്ടിരിക്കുന്നത്. അവരാണ് താങ്കളെ മുന്നോട്ട് നയിക്കുന്നത്, താങ്കളെ കൊണ്ട് പറയിപ്പിക്കുന്നതും അവരാണ് എന്ന ആരോപണവും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ആരാണ് ഉന്നയിച്ചത് ആക്ഷേപം? ഇപ്പൊ നമ്മളൊക്കെ രഹസ്യമായിട്ട്, ഞങ്ങളുടെ അടുത്തൊക്കെ രഹസ്യമായിട്ട് കാര്യങ്ങൾ പറയുമല്ലോ. അല്ല, ആരാണ് ഉന്നയിച്ചത്? അല്ല, ആ പേര് ഞാൻ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല. രഹസ്യമായി പറയുന്നവർ. പരസ്യമായിട്ടുള്ളൂ പറയും, രഹസ്യമായിട്ട് ഇപ്പൊ നമുക്ക് എന്തും പറയാലോ. പറഞ്ഞിട്ടില്ല. ആരാണ് പി വി അൻവറിന് പിന്നിൽ? ഇതൊരു ഒറ്റയാൾ പോരാട്ടമാണോ ശ്രീ അൻവർ? നാട്ടില് നന്മ നിലനിൽക്കണം, നാട്ടിൽ സമാധാനം ഉണ്ടാകണം, വർഗീയ കലാപങ്ങളും വർഗീയ പ്രശ്നങ്ങളും ഈ നാട്ടിൽ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ അവരുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ തെളിയിക്കാൻ വന്നത് ഇതല്ല. ഒന്ന് ശരിയാക്കണം. ഇത് കേട്ടു നോക്കണം. ഈ രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിലുള്ള അവിഹിത ബന്ധം, അതിനെക്കുറിച്ച് താങ്കൾ ചൂണ്ടിക്കാണിച്ചു. രാഷ്ട്രീയ നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടിയിലുള്ളവരും പെടുവോ? അത് ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. അതെ അതെ, എല്ലാവരും പെടും, ഒട്ടുമിക്കവരും പെടും. പേരെടുത്ത് പറയാൻ പറ്റുമോ? ആരൊക്കെ തമ്മിലാണ്, ഏതൊക്കെ ശക്തികളാണ്, ഏതൊക്കെ അച്ചുതണ്ട് ശക്തികളാണ് കേരള ഭരണം കൈകാര്യം ചെയ്യുന്നത്? പേരെടുത്ത് പറയാൻ പറ്റുമോ? അതൊന്നും ഇപ്പൊ പറയില്ല. ഇതിനിടെ കൂടെ അങ്ങനെ അങ്ങ് ഉണ്ടാക്കണ്ട. പറയേണ്ട ഘട്ടം വരുമ്പോ പറയും. ഇപ്പൊ അതൊന്നും പറയില്ല, ഇപ്പൊ പറയില്ല. അതൊക്കെ പറയേണ്ട ഘട്ടം വരുമ്പോ സംഭവങ്ങൾ ഉൾപ്പെടെ പറയേണ്ടി വന്നാൽ പറയും. ഞാനത് ചോദിക്കരുതായിരുന്നു. നമ്മൾ ആരെയും ഇപ്പൊ നാണം കെടുത്താൻ ആ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നില്ല. ആരെയും വ്യക്തിപരമായിട്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ വലിച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ജനങ്ങളോടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.